കൊച്ചിയിൽ കുടിവെള്ള വിതരണം മുടങ്ങില്ല. തമ്മനം പമ്പ് ഹൗസിലെ അറ്റകുറ്റപ്പണികൾ മാറ്റിവെച്ചു. കോർപ്പറേഷൻ പരിധിയിൽ 2 ദിവസം കുടിവെള്ളം മുടങ്ങുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. ബിന്നിലുണ്ട് വിവരങ്ങളുമായി. ബിന്നിൽ, ഗുഡ് മോർണിംഗ്. എന്തുകൊണ്ട് ഈ പണികൾ നിർത്തിവെച്ചു? ഈ കുടിവെള്ള പ്രശ്നം ഉണ്ടാകും, രൂക്ഷമാകും എന്ന കാരണം കൊണ്ടാണോ? തീർച്ചയായും മോത്തി, ആ കാരണം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ തമ്മനം പമ്പ് ഹൗസിലെ റിപ്പയറിംഗ് ജോലികൾ മാറ്റിവെച്ചിരിക്കുന്നത്. നമുക്കറിയാം, തമ്മനത്ത് വാട്ടർ ടാങ്ക് പൊട്ടി കുടിവെള്ളം ഒഴുകിപ്പോയി. ഒരുപാട് പേരുടെ വീടുകൾക്കൊക്കെ നാശനഷ്ടം സംഭവിച്ചത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ്. അതുമായി ബന്ധപ്പെട്ട ചില അറ്റകുറ്റപ്പണികൾക്കായിട്ടാണ് വീണ്ടും കുടിവെള്ള വിതരണം മുടങ്ങുമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചിരുന്നത്. കൊച്ചി നഗരമേഖലയിൽ ഏതാണ്ട് 2 ദിവസത്തോളം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും എന്നതായിരുന്നു അറിയിപ്പ് വന്നത്. പക്ഷേ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇനി അടുത്ത ദിവസങ്ങളിലൊന്നും തന്നെ അറ്റകുറ്റപ്പണി നടത്തേണ്ടതില്ല. അതായത് അല്പം നീട്ടിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു വശം പരിശോധിച്ചാൽ ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ്. സ്വാഭാവികമായും ഇപ്പോൾ ഈ കുടിവെള്ളം മുടങ്ങി അത് കൂടുതൽ ദിവസത്തേക്ക് നീളുകയൊക്കെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ പ്രതിസന്ധി സ്വാഭാവികമായും സർക്കാരിനും കൊച്ചി കോർപ്പറേഷനൊക്കെ വരും. അത് മറ്റൊരു വശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ അറ്റകുറ്റപ്പണികൾ മാറ്റിവെച്ചതെന്ന് നമുക്ക് കരുതേണ്ടി വരും.